അടികൂടാനും മതങ്ങളെ ആക്ഷേപിക്കാനും മത നേതാക്കളെ ആക്ഷേപിക്കാനും അവരുടെ പ്രവാചകന്മാരെ ആക്ഷേപിക്കാനും അതല്ലെന്നുണ്ടെങ്കിൽ പുരോഹിതന്മാരെയൊക്കെ ആക്ഷേപിക്കാനും ഏറ്റവും നല്ല മിടുക്കന്മാരാണ് ഇപ്പോൾ മലയാളത്തിലെ ചാനലുകൾ. പ്രത്യേകിച്ച് ജനം ടി വിയിൽ നടക്കുന്ന ചില ചർച്ചകൾ കണ്ടാൽ എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. താല്പര്യമില്ലാഞ്ഞിട്ടാണ്, കാരണം അതിലുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് ബഹുമാനമുണ്ട്, എല്ലാവരോടും ബഹുമാനമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് ഒരു ബോധം വേണം. എന്തിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വിഷയം, പ്രാദേശികമായ ഒരു വിഷയമുണ്ടെങ്കിൽ, ഒരു ഹിന്ദു മുസ്ലിം ക്ഷേത്രം പള്ളി അല്ലെങ്കിൽ അതുപോലെ ദർഗ, ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയവുമായി പ്രാദേശികമായി അവർ ഒരുമിച്ച് ഇരുന്നു കൊണ്ട് അവർ അതിന് പരിഹാരം കണ്ടെത്താണ് വേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊന്നും കണ്ടില്ലേ നമ്മൾ? ഒരു പള്ളി, ആ പള്ളീൻ്റെ ആ വസ്തുവകകളിൽ ഒരു ശിവലിംഗം ലഭ്യമാകുന്നു. ആ ശിവലിംഗത്തിന് സംബന്ധിച്ച് അവിടെ ഒരു ക്ഷേത്രമുണ്ടോ, ഉണ്ടായിരുന്നോ, അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അവർ രണ്ടുപേരും കൂടി യാതൊരു പ്രശ്നവുമില്ലാതെ, ഒരാളുടെ പറമ്പ് ഒരാളുടെ സ്വത്ത് സ്വന്തമാണ്, എന്നിട്ടും അതിനുള്ള അനുമതി കൊടുത്ത് ഒരു പരസ്പര സാഹോദര്യത്തോടെ അത് ഈസി ആയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടില്ലേ? ഈ സമയത്താണ് ചാനലുകളിൽ 2, 3, 4 പേര് ഇരുന്നു കൊണ്ട് വിഴുപ്പലക്കി ആ പ്രശ്നത്തെ വഷളാക്കി തുമ്പില്ലാതാക്കി കൊടുക്കുന്നത്. ജനം ടി വിയിൽ നിന്ന് ഒരു ഉസ്താദിനെ ചർച്ചയ്ക്ക് വിളിച്ച ഒരു വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഹലോ, നമസ്കാരം. അഭിദീപാണ്, ജനം ടി വിന്നാ. വിളിച്ചത് നമ്മൾ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. തമിഴ്നാട്ടിലെ ഒരു ഈ തിരുപ്പുരൻ കുണ്ട്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർഗയും ഉണ്ട്. അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട്. അപ്പോ ദർഗയില് അവിടെ ഈ ക്ഷേത്രക്കാരും ഇവരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ? ആ വിഷയം അറിയാവോ? ക്ഷേത്രവും പള്ളിയും കൂടെ തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവർ പ്രാദേശികമായിട്ട് പരിഹരിക്കണം. നമ്മൾ പരിഹാരമാണല്ലോ വേണ്ടത്. നമ്മൾ 4-5 പേര് കൂടിയിരുന്ന് ചാനലിരുന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തീരുവ. നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും. അപ്പൊ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത്. അങ്ങനല്ലേ വേണ്ടത്? അതെ. നമ്മൾ 4 പേര് അവിടെ ഇരുന്നുണ്ട് നമ്മൾ നിലവിളിക്കുന്നു. ആരിഫ് ഹുസൈൻ ഒരു സൈഡിൽ നിലവിളിക്കും, ജാമിദ ടീച്ചർ ഒരു നിലവിളിക്കും, പിന്നെ അനിൽ നമ്പ്യാർ നിലവിളിക്കും. അപ്പൊ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം. അപ്പൊ പ്രശ്നം തീരുവ. വെറുതെ എന്തിനാ ഈ പറയുന്നത്? ജനങ്ങളെ തമ്മിൽ എടുപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ. നമ്മൾ പരസ്പര സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും. നോക്കൂ, ഇങ്ങനെയാണ് ശരിക്ക് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ ആരെങ്കിലും വിളിച്ചാൽ പറയേണ്ടത്. അത് ഏത് വിഷയമാണെങ്കിലും നമ്മൾ ഒരു നിമിഷം ആലോചിക്കണം. ഈ വിഷയം ചാനൽ ചർച്ചകളിൽ ചെന്നിരുന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന് ഗുണം ചെയ്യോ, ആ പ്രശ്നം പരിഹരിക്കപ്പെടുമോ, സമൂഹത്തിൽ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുന്നത്, എന്താണ്, ആർക്കാണ് ഗുണം എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങോട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് മനസ്സിലാവും. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അതാണ് മനസ്സിലാക്കുക. അങ്ങനെ ചിന്തിക്കുക. മനുഷ്യ നന്മ ആഗ്രഹിക്കുന്നവർ അതാണ് ചിന്തിക്കുക. ഇവിടെ ഈ മൗലവിയും അത് തന്നെയാണ് ചെയ്തത്. മൂപ്പര് സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറഞ്ഞു. അവിടെ പ്രാദേശികമായി ആ ദർഗയും ക്ഷേത്രവും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ, ഒരു മൃഗബലിയുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് അവർ പരിഹരിച്ചോ. നിങ്ങൾ ഈ ചാനലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി അവിടെ ചെന്ന് അത് പരിഹരിക്കുക. അത് അവിടെ പരിഹരിക്കാതെ ഇവിടെ അത് ചർച്ച ചെയ്ത് മലയാള മനസ്സിൽ മുഴുവൻ വിഷം കുത്തിവെച്ച് അവിടെ 2, 3 അല്ലെങ്കിൽ ഒരു ചെറിയൊരു സമൂഹം മാത്രം വിഷം വെച്ച് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിന് ഈ മലയാളക്കര മുഴുവൻ വിഷം വമിച്ചുകൊണ്ട് എന്തിനാണ് ഇമ്മാളുള്ള പരിപാടിക്ക് നിൽക്കുന്നത്? ആ പരിപാടിക്ക് ഇന്നെ കിട്ടൂല, ഞങ്ങൾ വേറെ ആളെ നോക്കിയത്. അതിൽ വിളിച്ച ആളെ, ഈ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ച ആൾക്ക് പള്ള നിറഞ്ഞു എന്ന് എനിക്ക് പറയാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.